നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊറിന്ത്യർ 3:16-17 തിരുവചനം. ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായും വെളിപ്പെടുത്തുകയാണ് ജീവനുള്ള ഏകസത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ ആലയം യേശുവിനെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ശരീരം തന്നെയാണ്. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവമക്കളിലാണ് ഇന്ന് ജീവനുള്ള ഏകസത്യദൈവം വസിക്കുന്നത്. യേശുവെ, ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും ജീവനായി മാറണമേ. ഈ ആലയം നശിപ്പിക്കുന്ന പിശാചിനെ ദൈവവും നശിപ്പിക്കുമെന്നാണ് യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. ഈ വചനത്തിൻ്റെ ശക്തി ജീവനായി മാറണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ഏക സത്യദൈവത്തിൻ്റെ ആലയമായി വർത്തിക്കേണ്ട കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ശരീരം എത്ര പരിശുദ്ധമായി വയ്ക്കണമെന്നാണ് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത്. പലപ്പോഴും നാം മാനുഷികമായി നിർമ്മിച്ച ദേവാലയങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ആ ദേവാലയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വൃത്തിയായി ഒരുങ്ങി നമ്മുടെ മറ്റ് ശീലങ്ങളെല്ലാം ആ ദേവാലയത്തിന് പുറത്തു വെച്ച്, പുകവലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റുകൾ പുറത്തു വെച്ച്, മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപിക്കാതെ ആ ദേവാലയത്തിലേക്ക് നാം പോകാൻ ശ്രദ്ധിക്കും. എന്നാൽ പലപ്പോഴും നാം അറിയുന്നില്ല, ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തുവിൻ്റെ ആലയമാണ് നമ്മളെന്ന്, നമ്മുടെ ശരീരമെന്ന്, നമ്മുടെ ആത്മാവെന്ന്. നമ്മുടെ ഈ ശരീരത്തിലാണ് ഇന്ന് ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തു വസിക്കുന്നതെന്ന് പലപ്പോഴും മനുഷ്യർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ചിന്തകളാലും മദ്യപാനത്താലും പുകവലിയാലും മറ്റ് ദുശീലങ്ങളാലും നമ്മുടെ ശരീരത്തെ നാം നശിപ്പിക്കുകയും ആ ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ നാം ഏർപ്പെടുന്നു. നമ്മുടെ ദുഷ്ചിന്ത, പരസംഗം, വ്യഭിചാരം, മനസ്സിൽ വരുന്ന ചിന്തകൾ, ദുഷ്ചിന്തകൾ, ഇവയൊക്കെ നാം അകറ്റി നിർത്തേണ്ടതാണെന്ന് ദൈവവചനം വ്യക്തമായും പറയുന്നു. മാനുഷികമായ ബലഹീനതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. കർത്താവായ യേശുക്രിസ്തു പിതാവിനും ദൈവപിതാവിനും മനുഷ്യർക്കുമായി ഏക മധ്യസ്ഥനായി യേശുക്രിസ്തുവിനെയാണ് ദൈവം വച്ചിരിക്കുന്നത്. ഈ മധ്യസ്ഥനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ശരീരത്തെ എപ്പോഴും പരിശുദ്ധമായി വയ്ക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന.